സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 34-ാമത്തെ ശീർഷകമാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. അതിൻ്റെ പേര് ജീവനും ആത്മാവും എന്നാണ്. ജീവൻ എന്നതുകൊണ്ട് ജീവാത്മാവിനെയും ആത്മാവ് എന്നതുകൊണ്ട് പരമാത്മാവിനെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടിനെ കുറിച്ച് ആണ് ഈ ശീർഷകത്തിൽ പറയുന്നത് എന്ന് കരുതണ്ട. കാരണം അങ്ങനെ രണ്ടെണ്ണം വേറിട്ടില്ല. ജീവോ ബ്രഹ്മൈവ, ഓരോ ജീവശരീരത്തിലും ഞാൻ എന്ന് പ്രകാശിക്കുന്നത് സർവവ്യാപകമായ അഖണ്ഡ ബോധം തന്നെയാണ്. അതായത് പരമാത്മാവ് തന്നെയാണ് മായോപാധികളിലൂടെ ജീവാത്മാവ് എന്ന പോലെ കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെട്ടാലും അത് ജീവാത്മാവാവുന്നില്ല, പരമാത്മാവ് തന്നെ. ഇതറിയുന്നത് സാക്ഷാത്കരിക്കുന്നതാണ് ജ്ഞാനം. അതുകൊണ്ട് ജീവന്റെയും ആത്മാവിൻ്റെയും വ്യത്യാസം ഈ ശീർഷകത്തിൽ വ്യക്തമാക്കുന്നു എന്ന് കരുതണ്ട. രണ്ടും ഒന്നാണ് എന്ന് പറയാനാണ് ഈ ശീർഷകം. ജീവനും ആത്മാവെന്നും ചൊല്ലുന്നതൊന്നു തന്നെ, ഇവാത്മാ തന്നെ പരമാത്മാവായിടുന്നതും മായോപാധികൾ പലതാകയാൽ പല ജീവന്മാരെന്നു ചൊല്ലുന്നതു നേരല്ലെന്നറിയണം. ഉൾത്തളിർ കൊണ്ടു വിചാരിച്ചു കണ്ടാലും നീയും ഉത്തമേ നിനക്കാത്മബോധമുണ്ടായിടുവാൻ നിർവികാരിയായി സർവസാക്ഷിയായി കൂടസ്ഥനായി സർവാത്മാവായോരാത്മാവദ്വയൻ നിരാമയൻ എന്നതു ബോധിയാതെ തന്നെത്താൻ വഞ്ചിപ്പത് നന്നല്ല. മായാഭ്രാന്തി വർദ്ധിക്കുമതു മൂലം. ജീവനും ആത്മാവെന്നും ചൊല്ലുന്നതൊന്നു തന്നെ. ഇതാണ് ജ്ഞാനം, ഇതാണ് ആത്മജ്ഞാനം, ഇത് തന്നെയാണ് ബ്രഹ്മജ്ഞാനം. ചുരുക്കി ജ്ഞാനം എന്ന് പറയുന്നു. ജീവനും ആത്മാവെന്നും ചൊല്ലുന്നതൊന്നു തന്നെ. ഓരോ ജീവശരീരത്തിലും ഞാൻ എന്ന് പ്രകാശിക്കുന്ന ചൈതന്യമേതോ അത് തന്നെയാണ് സർവവ്യാപകമായ ബ്രഹ്മതത്വം. ഇത് മനസ്സിലാക്കണം. ജീവാത്മാ തന്നെ പരമാത്മാവായിടുന്നതും. ഈ ജീവന് വാസ്തവത്തിൽ സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല. ഉപാധികളോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ജീവാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വസ്തു പരമാത്മാവ് തന്നെ. അപ്പോൾ ഈ ജീവൻ തന്നെയാണ് പരമാത്മാവ്. മായോപാധികൾ പലതാകയാൽ പല ജീവന്മാരെന്ന് ചൊല്ലുന്നത് നേരല്ലെന്നറിയണം. മായയാണ് ഉപാധിഭേദങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉപാധികൾ തന്നെ മായാകാര്യങ്ങളാണ്. ഒന്നായ സത്യത്തിൽ പലതുണ്ട് എന്ന തോന്നൽ ഉളവാക്കുന്നത് മായയാണ്. ആ ഭേദം നാമരൂപങ്ങളുടെ തലത്തിലുമാണ്. അല്ലാതെ ഇവിടെ യാതൊരു ഭേദവുമില്ല. കുറെ രൂപങ്ങൾ, അവയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള പല പേരുകൾ. എത്ര നാമരൂപങ്ങളോ ഉണ്ടായിക്കോട്ടെ, അവയിലെ അധിഷ്ഠാന സത്ത ഒന്നു തന്നെ. അതിനെയാണ് കേവലമായ ഉണ്മ, ശുദ്ധമായ ഉണ്മ, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. മായോപാധികൾ പലതാണ്. മായയുടെ പ്രധാന ജോലി തന്നെ ഒന്നിനെ പലതെന്ന പോലെ തോന്നിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരങ്ങൾ ഭിന്ന ഭിന്നങ്ങൾ, മനസ്സ് വേറെ വേറെ, ഇന്ദ്രിയങ്ങൾ വേറെ, ബുദ്ധി വേറെ. ഈ തോന്നലാണ് വാസ്തവത്തിൽ അജ്ഞാനം. അവൻ വേറെ, ഞാൻ വേറെ. അവന്റെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും വേറെയാണ്. അവനൊരു മനസ്സ്, എനിക്ക് മറ്റൊരു മനസ്സ്. ഈ ഭേദചിന്ത ഉളവാക്കുന്നത് മായയാണ്. മായോപാധികൾ പലതാകയാൽ ഉപാധികളുടെ തലത്തിലാണ് വ്യത്യാസം. ഉപാധികൾ പലതാകുന്നത് കൊണ്ട് പല ജീവന്മാർ ഉണ്ടെന്ന് തോന്നുന്നു. ആ തോന്നുന്ന നിലയാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. പല ജീവന്മാർ എന്ന് ചൊല്ലുന്നത് ഉപാധികൾ വേറെ ആയതുകൊണ്ട് ജീവനും വ്യത്യസ്തങ്ങളാണ്. അനേകം ജീവന്മാരുണ്ട് എന്ന് ചൊല്ലുന്നത് നേരല്ലെന്നറിയണം. അത് സത്യമല്ല എന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെയാ മനസ്സിലാക്കുക? അതിനാണ് ഈ വിചാരപ്രക്രിയ. വസ്തുസിദ്ധർ വിചാരേണ നകിഞ്ചിത് കർമ്മകോടിഭിഃ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് ഇടയിൽ തന്നെ. ഇത് പറയാത്ത ദിവസം തന്നെ ഇല്ല എന്ന് പറയാം. വസ്തുസിദ്ധി
ഉള്ളതിനെ അറിയുന്നത് വിചാരത്തിലൂടെയാണ്, കർമ്മത്തിലൂടെയല്ല. കർമ്മം ചെയ്യുന്നത് ഉപാധികളെ വെച്ചുകൊണ്ടാണ്. ഉപാധികൾ പലതാണ്, കർമ്മങ്ങളും വ്യത്യസ്തങ്ങളാണ്, ആ കർമ്മങ്ങളുടെ ഫലങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഇങ്ങനെ നാനാത്വത്തിലാണ് കർമ്മം ചെയ്യാനുള്ള ഉപകരണങ്ങളും കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും. ആ വൈവിധ്യം അല്ലെങ്കിൽ നാനാത്വം ഏകത്വത്തിൽ എങ്ങനെ നമ്മെ കൊണ്ടുചെന്നെത്തിക്കും? ഇതാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ വിചാരം ചെയ്ത് വേണം ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന സത്യം തിരിച്ചറിയാൻ. അതുകൊണ്ട് എന്തു വേണം? ഉത്തമയായ സ്ത്രീരത്നമേ, ഉൾത്തളിർ കൊണ്ടു വിചാരിച്ചു കണ്ടാലും നീയും. ഉൾത്തളിർ, മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം അല്ലെങ്കിൽ ബുദ്ധി. വിചാരപ്രക്രിയ ബുദ്ധിയുടെ തനതായ സവിശേഷതയാണ്. അത് ഒരു തളിരു പോലെ മൃദുലമാണ്. അതാണ് ഉൾത്തളിർ, പവിത്രമാണ്. തളിരിൽ ഒരു തരത്തിലുള്ള അഴുക്കോ കളങ്കമോ ഒന്നും ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അപ്പോ വിടർന്നു നിൽക്കുന്ന തളിര് കുറെ ദിവസം കൊണ്ടാണ് ഇലയായി മാറുന്നത്. അതിനിടയ്ക്ക് അതിൽ അശുദ്ധിയോ അഴുക്കോ ഒക്കെ പുരണ്ടു എന്ന് വരാം. എന്നാലും ആ തളിരായിരിക്കുമ്പോൾ, തളിരായി അങ്ങനെ മുളച്ച് വിലസിക്കുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള മാലിന്യവും ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ ഈ ഉൾത്തളിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ ബുദ്ധിയെയാണ്. ആ ഉൾത്തളിർ കൊണ്ട് വിചാരിച്ചു കണ്ടാലും, വിചാരം ചെയ്ത് നീ കാണൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ. നീയും എത്രയോ മഹാത്മാക്കൾ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലയോ ഉത്തമേ, നീയും അത് വിചാരം ചെയ്ത് മനസ്സിലാക്കൂ. എന്തിനാ? നിനക്ക് ആത്മബോധമുണ്ടായിടുവാൻ. ആത്മബോധം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. താൻ വാസ്തവത്തിൽ ആരാണ്? ഇത് ആലോചിക്കാനല്ലേ ആ ശങ്കരാചാര്യര് മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിൽ ആവശ്യപ്പെടുന്നത്. മുദ്ഗരം എന്ന വാക്കിന് ഇരുമ്പൊലക്ക എന്നാണ് അർത്ഥം. മോഹമാകുന്ന ശിലയെ അടിച്ച് തകർക്കാൻ ഒരു ഇരുമ്പൊലക്ക വേണം. അതാണ് ജ്ഞാനം. ആ ജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ഭജഗോവിന്ദത്തിന് മോഹമുദ്ഗരം എന്ന പേര് കൂടെ നൽകിയത്. അതിൽ അദ്ദേഹം എന്താ ആവശ്യപ്പെടുന്നത്? കസ്ത്വം കോഹം കുതായാതഃ കാമേ ജനനീ കോമേ താതഃ. ഈ പറഞ്ഞ കാര്യം ഒന്ന് വിചാരം ചെയ്യൂ. കസ്ത്വം കോഹം, നീ ആര്, ഞാനാര്, കുതായാതഃ, എവിടെ നിന്ന് വന്നു, നീ എവിടെ നിന്ന് വന്നു, ഞാൻ എവിടെ നിന്ന് വന്നു. അല്ല, ഞാൻ എൻ്റെ മാതാവിൻ്റെ ഗർഭത്തിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. ആ ഗർഭത്തിന് കാരണം പിതാവാണ്. ഇങ്ങനെയൊക്കെ വിചാരിച്ചാണല്ലോ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നാം കൂരിരുട്ടല്ലേ. ജഡശരീരത്തെ മാത്രമേ മാതാപിതാക്കന്മാർ സൃഷ്ടിക്കുന്നുള്ളൂ. ഉള്ളിലുള്ള ഞാൻ എന്ന അനുഭവം അത് ചൈതന്യമാണ്. അതിനെ സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം അത് എന്നും ഉള്ളതാണ്. ഉള്ളതിന് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനൊരു ശരീരം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. അതും ബോധപൂർവമായി കോൺഷ്യസായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അവർ ദാമ്പത്യ പ്രക്രിയയിൽ ഏർപ്പെട്ടു, അതിന്റെ ഉപോത്പന്നമായി സന്താനം ജനിച്ചു, അത്രയേ ഉള്ളൂ. അത് വലിയ മഹാകാര്യമൊന്നുമല്ല. ഞാൻ 2 കുട്ടികളുടെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ്. വീമ്പിളക്കണ്ട. പട്ടിയും പൂച്ചയും പുഴുവും പല്ലിയും പാറ്റയും വരെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാറുണ്ട്. അല്ല, മനുഷ്യ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചത് ഞാനാണല്ലോ. അല്ല, എന്താ വ്യത്യാസം? ഈ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നവരാണല്ലോ മിക്കവാറും ആളുകൾ. അവർക്ക് മനുഷ്യജന്മം കിട്ടിയിട്ട് തന്നെ എന്ത് കാര്യം? അപ്പൊ ഇതിലൊന്നും അഭിമാനിക്കണ്ട. പലർക്കും അവരുടെ തറവാടിത്തം, അവരുടെ കുലപാരമ്പര്യം അല്ലെങ്കിൽ കുലമഹത്വം, ഇതിലൊക്കെ അളവ് കടന്ന അഭിമാനമാണ്. എന്റെ അച്ഛൻ ഇന്നാരായിരുന്നു, അപ്പൂപ്പൻ ഇന്നാളായിരുന്നു, അമ്മൂമ്മ അങ്ങ് കൊമ്പത്തെ മഹാരാജാവിന്റെ വംശത്തിലായിരുന്നു. എന്തിനീ മിഥ്യാ അഭിമാനം? അവര് ഏത് കൊമ്പത്തെ ആൾക്കാരോ ആയിക്കോട്ടെ, ചത്തുപോയില്ലേ, ഇനി എന്തിനാ അവരെ കുറിച്ച് നമ്മൾ ഈ അഭിമാനം വെച്ച് പുലർത്തുന്നത്? കളയൂ അതുപോലത്തെ വിചാരങ്ങളൊക്കെ. ബന്ധു ബാന്ധവന്മാർ, മിത്രങ്ങൾ തൂത്ത് കളയോ, അടിച്ചു പുറത്താക്കൂ ഇങ്ങനെയുള്ള ചിന്തകളെ. അതൊന്നും വെച്ചോണ്ടിരുന്ന രക്ഷപ്പെടില്ല. ഞാൻ എന്തിനാ ഇത്ര കർക്കശമായി പറയുന്നത്? പലർക്കും അളവ് കടന്ന മമതയും അഭിമാനവും ഈ കുലപാരമ്പര്യത്തിലും പൂർവികന്മാരുടെ ധീരപ്രവർത്തികളിലും ഒക്കെ ഉണ്ട്. അതും വെച്ചോണ്ടിരിക്കുകയാണ്. അതും വെച്ചോണ്ടിരിക്കുമ്പോഴേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അനശ്വരമായ തത്വത്തെ വിചാരം ചെയ്യൂ. ഇങ്ങനെയുള്ള അല്പമായ ചിന്തകളെയൊക്കെ ഉള്ളിൽ നിന്ന് കളയൂ.
ഞാൻ മനുഷ്യനാണ്, വ്യക്തിയാണ്, ഇന്നാരുടെ അച്ഛനാണ്, അല്ലെങ്കിൽ ഇന്നാരുടെ മകനാണ്, ഇന്നാരുടെ പേരക്കുട്ടിയാണ്. ഇതൊക്കെ നമ്മളെ പരിമിതപ്പെടുത്തുന്ന ചിന്തകളല്ലേ? ഞാൻ ബോധമാണ് എന്നാണ് നിങ്ങളൊന്ന് ഉറപ്പിക്കാൻ പോകുന്നത്? ഈ ലൗകിക ചിന്തകളൊക്കെ നിഷ്കാസനം ചെയ്യൂ. എല്ലാറ്റിനെയും ഉള്ളിൽ നിന്ന് തുരത്തിക്കളയൂ. ഉള്ളിൽ ഞാൻ ബോധം, ഈ ഒരൊറ്റ ഭാവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുണ്ടാകണമെങ്കിൽ അനാവശ്യമായ ചിന്തകളെയൊക്കെ അടിച്ചു പറത്തണം. കൊടുങ്കാറ്റ് കരിയിലെ കൂനകളെ അടിച്ച് തെറിപ്പിക്കുന്നത് പോലെ തന്നെ പരിമിതനാക്കുന്ന, തന്നെ ദുർബലനാക്കുന്ന ചിന്തകളെ മനസ്സിൽ നിന്ന് ആട്ടിപ്പായിക്കണം. അല്ലാതെ രക്ഷയില്ല. ചുമ്മാ വിചാരം ചെയ്യണം എന്ന് പറയുന്നത് എളുപ്പമാണ്. എങ്ങനെ ലൗകിക ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സുകളിൽ ഇടം കൊടുക്കാതിരിക്കൂ? ആ മനസ്സിലാണ് തത്വവിചാരം ഉദിക്കുക. അതുകൊണ്ട് അല്ലയോ സ്ത്രീരത്നമേ, ഉൾത്തളിർ കൊണ്ട് വിചാരിച്ചു കണ്ടാലും നീയും ഉത്തമേ നിനക്കാത്മബോധമുണ്ടായിടുവാൻ. നിനക്ക് ആത്മജ്ഞാനം ഉണ്ടാകാൻ തത്വവിചാരം ചെയ്യൂ. അതിന് നിർമ്മലയായ ഒരു ബുദ്ധിയാണ് വേണ്ടത്. ബുദ്ധി സ്ത്രീലിംഗമായതുകൊണ്ടാണ് നിർമ്മലയായ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. മലയാളത്തിൽ നിർമ്മലമായ ബുദ്ധി എന്ന് പറയും. ശരിക്കും അങ്ങനെ മലയാളത്തിൽ പ്രയോഗിക്കാൻ തെറ്റില്ല. നിർമ്മലയായ ബുദ്ധി എന്ന് പറയുന്നതാണ് വ്യാകരണപരമായി കൂടുതൽ ശരി. ബുദ്ധി മലയാളം വാക്കല്ലല്ലോ, സംസ്കൃത പദമല്ലേ. അതുകൊണ്ട് അതിൻ്റെ കൂടെ സ്ത്രീലിംഗ വിശേഷണം തന്നെ പ്രയോഗിക്കണം. നിർമ്മലയായ ബുദ്ധി. നിർവികാരിയായി സർവസാക്ഷിയായി കൂടസ്ഥനായി സർവാത്മാവായോരാത്മാവദ്വയൻ നിരാമയൻ. എന്താണ് ഈ ആത്മാവ്? ആത്മജ്ഞാനം ഉണ്ടാവണം. അതിനാണ് ഉൾത്തളിർ കൊണ്ട് വിചാരം ചെയ്യണം എന്ന് പറഞ്ഞത്. നിർവികാരി, യാതൊരു തരത്തിലുള്ള പരിണാമങ്ങൾക്കും വിധേയനാകാത്തവനാണ് ഈ ആത്മാവ്. സർവസാക്ഷിയായി, എല്ലാറ്റിനും സാക്ഷിയാണ് ഈ ബോധതത്വം. കൂടസ്ഥനായി, അനക്കമില്ല, കൊല്ലന്റെ ആലയിലെ കൂടം പോലെ ഉറച്ച് അനങ്ങാതെ ഇളകാതെ നിശ്ചലമായി നിൽക്കുന്ന സത്യമാണ് ഈ ആത്മാവ്. സർവാത്മാവായോരു, എല്ലാറ്റിൻ്റെയും അന്തരാത്മാവായി നിൽക്കുന്നതാണ് ആ ആത്മാവ്. അദ്വയൻ നിരാമയൻ, ആ ആത്മാവിൽ പലതില്ല, അത് ഏകമാണ്, ഒന്ന് തന്നെയാണ്. നിരാമയൻ, ഒരു തരത്തിലുള്ള ബാധയും അതിന് ഏൽക്കുന്നില്ല. അതിന് രോഗമില്ല, ക്ഷീണമില്ല, വിശപ്പില്ല, ദാഹമില്ല, ജനനമില്ല, മരണമില്ല, ക്ഷയമില്ല. ഇങ്ങനെ ഒരു തരത്തിലുള്ള മാറ്റത്തിനും വിധേയമാകാത്ത അനശ്വരമായ ഒരു സത്യം. അതാണ് ഈ ആത്മതത്വം. ഇത് ബോധിക്കാതെ, ഇത് മനസ്സിലാക്കാതെ, എന്നതു ബോധിയാതെ തന്നെത്താൻ വഞ്ചിപ്പത് നന്നല്ല, മായാഭ്രാന്തി വർദ്ധിക്കും അതുമൂലം. ഇങ്ങനെ തൻ്റെ അനശ്വരമായ രൂപത്തെ ഭാവന ചെയ്യുന്നതിന് പകരം തനിക്കൊരു ശരീരമുണ്ടെന്നും ആ ശരീരത്തെ അടിസ്ഥാനമാക്കി ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, കുഞ്ഞാണ്, വൃദ്ധനാണ്, ഇങ്ങനെയുള്ള ഭാവനകളോട് കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ തന്നെത്താൻ വഞ്ചിപ്പത്. നിങ്ങൾ സ്വയം വഞ്ചിതരാകുന്നു, സ്വയം ചതിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട്. സനത്സുജാത മഹർഷി ധൃതരാഷ്ട്രരോട് ഉപദേശിക്കുമ്പം ഒരു പടി കടന്നു പറയുകയാണ്. പ്രമാദോ മൃത്യുഹു, സിംഹഗർജനമാണ് വേദാന്തത്തിന്റെ. സനത്സുജാതൻ അതിഗംഭീരൻ, നാരദന്റെ ദുഃഖം നീക്കിക്കൊടുത്ത മഹാത്മാവാണ്. എവിടെ? ഛാന്തോക്യോപനിഷത്തിൽ. അത്ര ഗംഭീരനാണ്. പരമഭക്തനായ നാരദ മഹർഷിയുടെ വിഷമം തീർത്തു കൊടുത്ത ആളാണ്. ആ സനത്സുജാതൻ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ വന്നിട്ട് ആ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ട് വന്ന് ഉപദേശിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നതാണ് പ്രമാദോ മൃത്യുഹു. പ്രമാദം എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയിലും ഓരോ അർത്ഥമാണ്. തമിഴിൽ പ്രമാദം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രമാദം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രമാദം. പ്രമാദം എന്ന് പറഞ്ഞാൽ ഉഗ്രൻ, അടിപൊളി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ? അതാണ് തമിഴിലെ പ്രമാദത്തിന്റെ അർത്ഥം. ഇനി മലയാളത്തിലെ പ്രമാദത്തിലേക്ക് വരാം. മലയാളത്തിലെ അദ്ദേഹം പ്രമാദമായ ഒരു കേസ് തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പറ്റാതെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടന്ന ഒരു കേസ്, അതിനൊരു തുമ്പുണ്ടാക്കിയ ആൾ, അല്ലെങ്കിൽ ആ കേസ് തെളിയിച്ചയാൾ, അല്ലെങ്കിൽ ആ കേസിന് വേണ്ടി വാദിച്ചയാൾ, അങ്ങനെയുള്ള കേസുകളെയാണ് പ്രമാദമായ കേസ് എന്ന് പറയുന്നത്. ഈ രണ്ടർത്ഥവുമല്ല സംസ്കൃതത്തിൽ പ്രമാദം എന്നുള്ളതിന്. സംസ്കൃതത്തിൽ പ്രമാദം എന്ന് പറഞ്ഞാൽ സത്യവിസ്മരണം എന്നാണ്.
താൻ ആത്മാവാണെന്നുള്ള തത്വത്തെ വിസ്മരിക്കുന്നത് തന്നെയാണ് പ്രമാദം. മറന്നുപോവുക, ഓർമ്മിക്കാൻ പറ്റാതായി തീരുക. ആ പ്രമാദമാണ് ശരിക്കുള്ള മരണം. പ്രമാദോ മൃത്യുഹു. അപ്പോ ഈ ആത്മഹത്യ ചെയ്യുന്നവരൊന്നും ശരിക്കും ആത്മഹത്യ ചെയ്യുന്നില്ല. കാരണം അവര് ശരീരഹത്യയാണ് ചെയ്യുന്നത്, ശരീരത്തെയാണ് നശിപ്പിക്കുന്നത്. ആത്മാവിനെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്നോ, ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല, അത് അനശ്വരമായ തത്വമാണ്. എന്നാലും അതിനെ വേണ്ടവണ്ണം അറിയാതിരിക്കുക വഴി, അതിനെ ജഡമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് വഴി നാം ആത്മാവിനെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മരണം തന്നെയാണ്. തത്വത്തെ മറന്ന് ഇവിടെ ഒരു സെക്കൻഡ് പോലും ജീവിക്കരുത്. അപ്പൊ ഇവിടെ എന്നത് ബോധിയാതെ തന്നെത്താൻ വഞ്ചിപ്പത് നന്നല്ല, ആത്മാവിനെ മറന്നുള്ള ജീവിതം നന്നല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്മാവിനെ മറന്നുള്ള ജീവിതമേ അല്ല, അത് മരണസദൃശമാണ്. അത് നമുക്ക് ഒരു തരത്തിലുള്ള നന്മയും ഉണ്ടാക്കുകയില്ല, ദോഷവുമുണ്ട്. എന്താണ് ദോഷം? മായാഭ്രാന്തി വർദ്ധിക്കും അതുമൂലം. കൂടുതൽ മായാകാര്യങ്ങളിൽ നാം ഭ്രമിക്കും. മായ സത്യമാണ് എന്നുള്ള വിചാരം നമ്മുടെ ഉള്ളിൽ ദിനം പ്രതി കൂടുതൽ ശക്തമായി തീരും. പ്രപഞ്ചം സത്യമാണ്, ദേഹം സത്യമാണ് തുടങ്ങിയ വിചാരം. അതുകൊണ്ട് ആത്മാവിനെ നിരന്തരം ഭാവന ചെയ്തുകൊണ്ട് വേണം നാം ഇവിടെ ജീവിക്കാൻ. സാരം വായിക്കാം. ഹേ ഉത്തമേ, ജീവനെന്നും ആത്മാവെന്നും പറയുന്നത് ഒന്ന് തന്നെയാണ്. ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവാകുന്നത്. വാസ്തവത്തിൽ ജീവൻ ജ്ഞാനത്തിലൂടെയാണ് തന്റെ പരമാത്മത്വം സാക്ഷാത്കരിക്കുന്നത്. പരമാത്മാവ് അജ്ഞാനത്തിലൂടെയാണ് ജീവാത്മാവായി തീരുന്നത്. രണ്ടും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ്. മായയാൽ ഉപാധികൾ പലതായി തോന്നപ്പെടുന്നു. അതുകൊണ്ട് പല ജീവാത്മാക്കൾ പലതെന്ന് പറയുന്നത് സത്യമല്ലെന്നറിയണം. ഇവിടെ അനേകം ജീവന്മാരില്ല, ഒരൊറ്റ ജീവനേ ഉള്ളൂ. അത് പരമാത്മാവാണ്. ഉപാധി ഭേദം കൊണ്ട് പലത് എന്ന പോലെ തോന്നുന്നു, അത് സത്യമല്ല, മിഥ്യയാണ്. നിനക്ക് ആത്മബോധമുണ്ടാവാനായി ഇവയെല്ലാം ഉള്ളുകൊണ്ട് ചിന്തിച്ച് കണ്ടറിഞ്ഞുകൊണ്ടാലും നിർവികാരിയായി, സർവസാക്ഷിയായി, കൂടസ്ഥനായി, സർവാത്മാവായി ആത്മാവ് നിലകൊള്ളുന്നു. ആത്മാവ് തന്നെ ഈശ്വരൻ, അദ്വയൻ, നിരാമയൻ എന്നത് ബോധ്യപ്പെടാതെ തന്നെത്താൻ വഞ്ചിക്കുന്നത് ഉചിതമല്ല. അത് തന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഏത്? അജ്ഞാനത്തിൽ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് അല്പം പോലും കാരുണ്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ജ്ഞാനത്തിനായി ശ്രമിക്കാതിരിക്കുന്നത്, തത്വവിചാരം ചെയ്യാതെ ഇവിടെ കഴിയുന്നത്. അപ്രകാരം ചെയ്യുന്നത് മായാഭ്രാന്തി വർദ്ധിക്കുന്നത് മൂലമാണെന്നും അറിഞ്ഞുകൊള്ളുക. ഇനി എന്ത് പറയുന്നു നോക്കാം. പരിപൂർണനായുള്ള പരമാനന്ദൻ നിജ ഹൃദയാംബുജത്തിങ്കലിരുന്നിടുന്നു സദാ. നെറിയോടതുള്ളതെന്നറിയുന്നില്ലെന്നാരും പരയാകുന്ന മായാമോഹാന്ധന്മാരാകയാൽ. പരിപൂർണനായുള്ള പരമാനന്ദൻ നിജ ഹൃദയാംബുജത്തിങ്കലിരുന്നിടുന്നു സദാ. പരിപൂർണമാണ് ഈ ആത്മതത്വം. അതിന് ഒരു കുറവുമില്ല, ക്ഷയവുമില്ല, പൂർണ്ണവസ്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടുള്ള ആ പരമാനന്ദ സ്വരൂപി ആത്മാവ് എവിടെയാ ഇരിക്കുന്നത്? നിജ ഹൃദയാംബുജത്തിങ്കലിരുന്നിടുന്നു സദാ. തൻ്റെ ഹൃദയ താമരയുടെ ഉള്ളിൽ. ഇവിടെ ഹൃദയം എന്നതുകൊണ്ട് രക്തം പമ്പ് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റുകൾ ഒരു വിഷയമായി എടുത്ത് പഠിക്കുന്ന അവയവമല്ല. ഹൃദയം എന്നുള്ളതിന് സ്ഥൂലമായ ആ 4 അറകളുള്ള 2 ആറിക്കിളുകൾ, 2 വെൻട്രിക്കിളുകൾ, അങ്ങനെ 4 അറകളുള്ള രക്തം പമ്പ് ചെയ്യുന്ന അവയവമല്ല ഇവിടെ ഹൃദയാംബുജം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അനുഭവ കേന്ദ്രം എവിടെയാണോ ഞാൻ എന്ന അനുഭവം സ്ഫുരിക്കുന്നത്, അത് തന്നെയാണ് ആത്മസ്ഥാനം. അതെവിടെ എന്ന് ചോദിച്ചാൽ അത് വളരെ സൂക്ഷ്മമാണ്. അതിനെ കണ്ടെത്തണം. അതിനെ സാക്ഷാത്കരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ആത്മാവിന്റെ സ്ഥാനം. അതാണ് ശരിക്കുള്ള ഹൃദയം. ആ ഹൃദയമാകുന്ന താമരയിൽ, ഹൃദയ അംബുജം, ഹൃദയപത്മം എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ ഹൃദയാംബുജത്തിൽ ഈ പരമാനന്ദ സ്വരൂപിയായ ആത്മാവ് എല്ലായ്പ്പോഴും ഇരിക്കുന്നു. നെറിയോടത് ഉള്ളതെന്നറിയുന്നില്ല ഇന്നാരും. നെറികേടാണ് നമ്മൾ കാണിക്കുന്നത്, നന്ദികേട്. കൃതജ്ഞരാണ് നമ്മൾ. അങ്ങനെ ഒരു മഹാസത്യം അവനവന്റെ ഹൃദയ താമരയുടെ ഉള്ളിൽ
ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കവേ അതിനെ ആരും വേണ്ടവണ്ണം അറിയാതെ ഇരിക്കുന്നു. നെറിയോട് അതുള്ളത് എന്ന് അറിയുന്നില്ല ഇന്നാരും. ഇന്നെന്നല്ല, എല്ലാ ദിവസവും നമ്മൾ അതിനെ അറിയാതെ ജീവിതത്തെ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്, പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. ആ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കാതിരിക്കുക വഴി പരയാകുന്ന മായാ മോഹാന്ധന്മാരാകയാൽ അചിന്ത്യമായ ഈശ്വര ശക്തിയുടെ മോഹവലയത്തിൽപ്പെട്ട് കണ്ണ് കാണാത്തവരായി, കാഴ്ച ഇല്ലാത്തവരായി, അന്ധന്മാരായി നാം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഉള്ളതിനെ അറിയാൻ ശ്രമിക്കാതെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നുണ്ട് എന്ന് തന്നെ അറിയുന്നില്ല. ശാസ്ത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. എന്ത് ചെയ്യാം? മായാമോഹിതന്മാരാണ്. ഒരു മോഹം ഉള്ളിലുണ്ട്, അത് അന്ധകാരം പോലെ നമ്മുടെ കാഴ്ചയെ മറച്ചു കളയുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യർക്ക് വിശ്വാസം ജനിക്കുന്നില്ല. ഇതൊക്കെ കെട്ടുകഥയാണ്, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് തള്ളിക്കളയുകയാണ്. അത്ഭുതകരമായ ആ അധ്യാത്മശാസ്ത്രത്തെ, വേദാന്തത്തെ എന്തു ചെയ്യാം? വിഡ്ഢികൾ എന്നല്ലാതെ അവരെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ഇങ്ങനെ മോഹാന്ധന്മാരായതുകൊണ്ട്, ഈശ്വരമായയുടെ പിടിയിൽ അമർന്നവരായതുകൊണ്ട് ആ ഉള്ള സത്യത്തെ, തൻ്റെ സ്വരൂപത്തെ ആരും അറിയുന്നില്ല. മറിച്ച് എന്താ അറിയുന്നത് ഇവർ? ഈശ്വരതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഓരോരുത്തരും ഓരോ മറുപടിയാവും നൽകുക. ഗണനായകനെന്നും വാണിമാതെന്നും വിഷ്ണു ഭഗവാനെന്നും രമ ദുർഗാ പാർവതി എന്നും പല മൂർത്തി ഭേദമായി തോന്നിടുന്നതും മറ്റു ശിലാദാരുക്കളായ പ്രതിമാദികളിലും ഗണനായകനെന്നും. ഗണനായകനാരാ? ഗണേശൻ, ഗണപതി. എന്റെ ഇഷ്ടദൈവം വിഘ്ന വിനായകനാണ്. തടസ്സങ്ങളൊക്കെ നീക്കിത്തരുന്നത് അദ്ദേഹമാണ്. ആരാണപ്പാ ഈ ഗണേശ്വരൻ? എന്തെങ്കിലും നിശ്ചയമുണ്ടോ? അത് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പഴവങ്ങാടിയില് ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ദൈവം. അപ്പൊ അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെന്ന് ദിവസവും മുഖം കാണിച്ചിട്ട് വരും, രാജാവിനെയും മറ്റും മുഖം കാണിക്കുന്നത് പോലെ. അത് അവിടെ തന്നെ പോണം. വേറെ ഏതെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ പറ്റില്ല. കാരണം ഇവിടുത്തെ ഗണപതിക്കാണ് ശക്തി കൂടുതൽ. ബാലകൃഷ്ണൻ സാറ് നല്ല നർമ്മം കലർത്തി പറയും, കൃഷ്ണനെ കാണാൻ അങ്ങ് ഗുരുവായൂർ വരെ പോണം. ഗുരുവായൂരപ്പൻ അവിടെ മാത്രമേ ഉള്ളൂ. എന്താ പാൽക്കുളങ്ങരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൃഷ്ണൻ ഇല്ലേ? അല്ല, ഇവിടുത്തെ കൃഷ്ണന് ശക്തി കുറവാണോ? അത് പോട്ടെ, അനന്തപത്മനാഭസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹത്തെ കണ്ടാ പോരെ? എന്നാലും ഗുരുവായൂരപ്പനെ പോലെ ആവുമോ? ഇനി അതൊന്നുമല്ല, പേരൂർക്കടയിൽ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ ചെന്ന് തൊഴുന്നവരുണ്ട്. തൊഴുന്നതിൽ തെറ്റില്ല, ഞാൻ തൊഴണ്ട എന്ന് പറയുന്നില്ല. ഇതിനെ ഒന്നും പരിഹസിക്കുകയുമില്ല. ഒരേ ഈശ്വര രൂപത്തിൽ തന്നെ ഭേദം കൽപ്പിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. ആ കൃഷ്ണനെക്കാളും ഈ കൃഷ്ണന് ശക്തി കൂടുതൽ. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒന്നല്ലേ? അത് ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തിന് ശക്തി, അദ്ദേഹത്തെക്കാളും ശക്തിയുള്ള സമ്പന്നനായ ഒരു കൃഷ്ണനുണ്ട് അങ്ങ് ആന്ധ്രയില്, വെങ്കടാചലപതി. അങ്ങേരാണ് ഏറ്റവും വലിയ പണക്കാരൻ. ഇവിടെയുള്ളവർക്കൊന്നും അത്ര ഇല്ല. ഇപ്പോഴാണല്ലോ അനന്തപത്മനാഭസ്വാമി സമ്പന്നനാണെന്നുള്ള കാര്യം നിലവറ തുറന്നപ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരേ ദേവതാ രൂപത്തിൽ തന്നെ ഭേദങ്ങൾ കൽപ്പിക്കുന്നു. അപ്പോ വ്യത്യസ്ത ദേവന്മാരിൽ എങ്ങനെ ഭേദം ഉണ്ടാകാതിരിക്കും? ഗണനായകനെന്നും വാണിമാതെന്നും. വാണിമാതാവ് സരസ്വതി ദേവി, വിദ്യാരൂപിണി. കുട്ടികൾ നല്ലതുപോലെ പഠിക്കണമെങ്കിൽ സരസ്വതിയുടെ അനുഗ്രഹം, വിഘ്നങ്ങൾ ഇല്ലാതാകണമെങ്കിൽ വിഘ്നേശ്വരന്റെയും അനുഗ്രഹം വേണം. എഴുത്തിനിരുത്തുമ്പോ എന്താ പറയുന്നത്? ഓം ഹരിഹി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. അത് കഴിഞ്ഞിട്ട് എന്താ? സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ആദ്യം ഗണനായകൻ, പിന്നെ വാണി മാതാവ്. അങ്ങനെയാണ് നമ്മുടെ വിദ്യാരംഭം. നല്ലത് തന്നെ. ഇവിടെ മൊത്തം എല്ലാം കൂടെ എണ്ണിപ്പെറുക്കിയാൽ എത്ര ഈശ്വരന്മാരുണ്ട്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഈശ്വരൻ ഒന്നാണ്, ഏകനാണ്, അദ്ദേഹം തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുഹൃത്തെ. അറിയുന്നവരെ പോലെ അല്ലല്ലോ നിങ്ങളുടെ പ്രവൃത്തി.
അറിഞ്ഞവർ ചെയ്യുന്നത് പോലെ അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. നെട്ടോട്ടമോടുകയല്ലേ ശിവരാത്രിക്ക്. 12 ശിവാലയങ്ങളിൽ ഓടി നടന്ന് തൊഴണം. എത്ര ശിവനുണ്ട് ഇവിടെ? അതൊന്ന് തീരുമാനിക്കൂ. ഓരോ ക്ഷേത്രത്തിലും ഉള്ളത് ഓരോ ശിവന്മാരാണോ? നിങ്ങൾ ശിവതത്വത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ഭേദം ഭേദം ഭേദം, വേറെ വേറെ വേറെ. ഓട്ടമാണ്. രാവിലെ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് ഓട്ടമാണ്. സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. 12 അല്ല 120 ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുന്നത് കൊണ്ട് വിരോധമില്ല. അത് വേ ഇത് റേ എന്നുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഭേദചിന്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങേണ്ടത്. നോക്കൂ എന്താ പറയുന്നതെന്ന്. ഗണനായകനെന്നും വാണിമാതെന്നും വിഷ്ണു ഭഗവാനെന്നും ഒക്കെ വേറെ വേറെയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. രമാ ദുർഗ പാർവതി എന്നും. രമാ മഹാലക്ഷ്മി, ദുർഗ പാർവതി, പാർവതിയുടെ ഒരു രൂപം. ദുർഗ എന്നും പാർവതി എന്നും മഹിഷാസുര മർദിനി എന്നും എല്ലാം കൂടെ എത്രയുണ്ടപ്പാ ഇവിടെ. ഇതൊന്നും ചിന്തിക്കാൻ മെനക്കെടാതെ വേറെ 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 എന്ന് ചിന്തിച്ച് പലതരം നാമരൂപങ്ങളിൽ കുടുങ്ങി നമ്മുടെ ഈശ്വരോപാസനം ഫലം കാണാതെ പോകുന്നു. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പല മൂർത്തിഭേദമായി തോന്നിയിടുന്നതും മറ്റ് ശിലാധാരുക്കളായ പ്രതിമാദികളിൽ എത്ര തരം വിഗ്രഹങ്ങളാണ് നമുക്കുള്ളത്? പഞ്ചലോഹ വിഗ്രഹം, ദാരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ തടിയിൽ തീർത്ത മരം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം, പിന്നെ ശില കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം, കല്ല്, ലോഹനിർമ്മിതമായ വിഗ്രഹങ്ങൾ. പിന്നെ ഇതൊന്നും പോരാന്ന് വെച്ചിട്ട് സ്ഫടികലിംഗം, സാളഗ്രാമം എല്ലാം വേറെ വേറെ എന്നാണ് വിചാരിക്കുന്നത്. ഈ പൂജ ചെയ്യുമ്പോൾ പോലും അത് വേറെ ഇത് വേറെ, ആ ദേവൻ വേറെ, ഇങ്ങനെയുണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട് എന്ന് അവസാനിക്കും നമ്മുടെ ഈ ഭേദചിന്ത. ആകപ്പാടെ ഒരൊറ്റ ഈശ്വരനല്ലേ ഉള്ളൂ ഇവിടെ. ആരാധനയ്ക്കായി നമ്മൾ പല ഭാവങ്ങളെ അംഗീകരിക്കുന്നു, അതിൽ തെറ്റില്ല. പക്ഷെ ദൈവം തന്നെ പലതുണ്ട് എന്ന് കരുതിയാൽ നമ്മൾ എന്നാണ് ആ ഏകമായ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കുക? ശിലാധാരുക്കളായ പ്രതിമാദികളിലും വ്യാപിച്ചു മൂർത്തി ഭേദാത് കണ്ടിടുന്നതും സർവവ്യാപ്തനാം പരമാത്മാ തന്നകക്കാമ്പിൽ സദാ ഇരുന്നിടുന്ന ജഗന്നാഥനെ അറിയാതെ തിരഞ്ഞിടുന്നീതവിടെ മൂഢന്മാരായി. മൂഢന്മാർ, ഇതാണ് നമുക്ക് ചേർന്ന വാക്ക്. ആരൊക്കെയാണോ ഭേദചിന്ത വച്ചു പുലർത്തുന്നത്, പല ദൈവമുണ്ട് എന്ന് കരുതുന്നത്, അവരൊക്കെ മൂഢന്മാരാണ്. ഇങ്ങനെ പലതരത്തിൽ ഈശ്വര ആരാധന നടത്തുന്നുണ്ട്. അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ രൂപത്തെ അംഗീകരിക്കുന്നു. പക്ഷെ അതിൽ തന്നെ ഭേദം ശിലാധാരുക്കളായ പ്രതിമാദികളിലും കല്ലുകൊണ്ടും മരം കൊണ്ടും തീർത്ത തടി കൊണ്ടും തീർത്ത പ്രതിമ മുതലായവകളിലും വ്യാപിച്ച് മൂർത്തിഭേദാ കണ്ടിടുന്നതും ഓരോന്നും വേറെ വേറെയാണ് എന്ന് വിചാരിച്ച് സർവവ്യാപ്തനാം പരമാത്മാ തന്നകക്കാമ്പിൽ സദാ ഇരുന്നിടുന്ന ജഗന്നാഥനെ അറിയാതെ തിരഞ്ഞിടുന്നത് അവിടവിടെ മൂഢന്മാരായി. എത്ര ശക്തമാണെന്ന് നോക്കൂ ആ ഭാഷ. സർവവ്യാപ്തനാം പരമാത്മാ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ ഈശ്വര തത്വമേ ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നത്. തന്നകക്കാമ്പിൽ സദാ ഇരുന്നിടുന്ന ജഗന്നാഥനെ അറിയാതെ, ജഗദീശ്വരൻ ഹൃദയത്തിന്റെ ഉള്ളിലാണ്, അവിടെ അദ്ദേഹമുണ്ട് എന്ന് മനസ്സിലാക്കാതെ തിരഞ്ഞിടുന്നത് അവിടവിടെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നു ഈ ഭക്തന്മാർ എന്ന് പറയുന്നവർ. അവരുടെ ഭക്തി ശരിക്കുള്ള ഭക്തിയാണോ? അവർ ഒരർത്ഥത്തിൽ മൂഢ സ്വർഗത്തിലല്ലേ കഴിയുന്നത്? അതെ, അവിടെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും തേടി നടക്കുന്നു മൂഢന്മാരായി. സാരം വായിക്കാം. പരിപൂർണനും പരമാനന്ദനുമായുള്ള പരമാത്മാവ് സ്വന്തം ഹൃദയാംബുജത്തിൽ സദാ വസിക്കുന്നു. എങ്ങനെയാ അദ്ദേഹത്തെ കണ്ടെത്തുക? അദ്ദേഹം ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ടോ? തെളിവ് തരാം. മറയൊന്ന് മാറ്റി അനുഭവിക്കൂ. ഞാൻ ഞാൻ ഞാൻ. ഈ അനുഭവം ആരുടെ സഹായത്താൽ, ആരുടെ അനുഗ്രഹത്താൽ തൻ്റെ ഉണ്മയെ ഓരോ വ്യക്തിയും അറിയുന്നുവോ, ആ സത്യം തന്നെയാണ് ജഗദീശ്വരൻ പരമാത്മാവ്. അത് പ്രകടമാകുന്നത് ഞാനുണ്ട് ഞാനുണ്ട് എന്ന രൂപത്തിലാണ്. ഞാനുണ്ടെന്ന് അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഞാനില്ല എന്ന് ആരെങ്കിലും പറയുവോ? തൻ്റെ ഉണ്മയെ സദാ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു, വിളിച്ചറിയിക്കുന്നു. എങ്ങനെ? ഞാൻ ഞാൻ ഞാൻ. അതാണ് വാസ്തവത്തിലുള്ള ഈശ്വരൻ.
അതിൻ്റെ മറ മാറ്റി ഒന്നറിയണം. അവിദ്യയാകുന്ന മറ കൊണ്ട് അത് മൂടപ്പെട്ടിരിക്കുന്നു. അതിനെ ജ്ഞാനം കൊണ്ട് നീക്കം ചെയ്തിട്ട് നോക്കിയാൽ ഈ ഞാൻ അഖണ്ഡ ബോധമാണ് എന്ന് ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ അറിയാൻ കഴിയും. അപ്പൊ ഹൃദയാംബുജത്തിലാണ് ആ പരമാത്മാവ് വസിക്കുന്നത്. അപ്രകാരം സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ നേർവഴിക്കാരും അറിയാൻ ശ്രമിക്കുന്നില്ല. ഒക്കെ വളഞ്ഞ വഴിക്കാണ് ഈശ്വരാന്വേഷണം. കാരണം തൻ്റെ ഉള്ളിലുള്ള ഈ ഞാനിനെ ഈശ്വരനാണ് എന്ന് അംഗീകരിക്കാൻ പലർക്കും വിഷമമാണ്, ഭയമാണ്. എന്തിനു ഭയപ്പെടണം? വേദാന്തം പ്രഖ്യാപിക്കുന്നു, തത്വമസി, നീ അതാണ്, നിങ്ങൾ ഈശ്വരനാണ്. എത്ര പേർ ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്? വിവേകാനന്ദ സ്വാമികൾ, രാമതീർത്ഥ സ്വാമികൾ, എത്ര മഹാത്മാക്കൾ. അവരുടെ വാക്കിനൊന്നും ഒരു വിലയില്ലേ? അവരുടെ വാക്കിനൊക്കെ പുല്ലുവിലയാണോ നമ്മൾ കൽപ്പിക്കുന്നത്? അതൊന്നും എന്തേ നാം ശ്രദ്ധിക്കുന്നില്ല? അത്ര കണ്ട് പാപികളായി പോയോ നമ്മൾ? എന്താ മഹാത്മാക്കളുടെ വാക്കുകളെ വേണ്ടവണ്ണം അതിന്റെ ശരിക്കുള്ള അർത്ഥത്തിൽ എടുക്കാത്തത്? അതാണ് നേർവഴിക്കാരും അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് മായാമോഹാന്ധകാരത്തിൽ മുങ്ങി കഴിയുന്നത് കൊണ്ടാണ്. മഹാഗണപതി എന്നും വാണീമാതാവെന്നും വിഷ്ണു ഭഗവാനെന്നും രമയെന്നും പാർവതി എന്നും പല മൂർത്തിഭേദങ്ങളായി തോന്നുന്നതും മറ്റു പ്രകാരത്തിലുള്ള ശില, മരം തുടങ്ങിയവ കൊണ്ടുള്ള പ്രതിമകളിലും മറ്റും സങ്കല്പിച്ച് മൂർത്തിഭേദത്തോട് ഈശ്വരനെ കാണുന്നതും സർവവ്യാപിയാകുന്ന പരമാത്മാവ് തൻ്റെ ഉള്ളിൽ സദാ സ്ഥിതി ചെയ്യുന്നത് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് പുറമേ ദൈവത്തെ അന്വേഷിക്കുന്നത്, അമ്പലങ്ങളിൽ തിരയുന്നത്. ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ആ കഴിവുകേട് മാറണം. അതിനെ മാറ്റാനായി നമ്മുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ ഒരു ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. ആ ജഗന്നാഥൻ ആരെന്നറിയാതെ മൂഢന്മാരായി അവിടെ തെരഞ്ഞു നടക്കുന്നു. ഈശ്വരാന്വേഷണം ബാഹ്യലോകത്തല്ല, പുറമേയല്ല ആ ഈശ്വരനെ അന്വേഷിക്കേണ്ടത്. ഉള്ളിൽ, അദ്ദേഹം ഉള്ളിൽ സദാ ഞാനുണ്ട് എന്ന രീതിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറമേയുള്ള ജഡപദാർത്ഥങ്ങളാൽ നിർമ്മിതമായ വിഗ്രഹങ്ങളിലും മറ്റ് വസ്തുക്കളിലുമൊക്കെ നാം എന്തിന് തിരയണം? പക്ഷേ ഇത് പറഞ്ഞ ആളുകൾക്ക് പിടികിട്ടുന്നില്ല. അവര് പുറമേ എവിടെയോ അമ്പലത്തിലും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ദൈവം, അവിടെ മാത്രമേ അദ്ദേഹം ഉള്ളൂ. അദ്ദേഹത്തെ കാണണമെങ്കിൽ, ആരാധിക്കണമെങ്കിൽ അവിടേക്ക് തന്നെ പോകണം എന്ന് വിചാരിക്കുന്നു. ഇനി വീട്ടിൽ പൂജ ചെയ്യുന്നവരില്ലേ? ഉണ്ട്. അവരെന്താ വിചാരിക്കുന്നത്? അവരുടെ വീട്ടിലുള്ള പടങ്ങൾ, വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള പൂജാ സാമഗ്രികൾ, അതിലൊക്കെയാണ് ദൈവം എന്ന് അവരും കരുതുന്നു. നമ്മൾ എന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക? ഉള്ളിലാണല്ലോ അതിൻ്റെ പ്രകടനം വളരെ വ്യക്തമായി കാണപ്പെടുന്നത്. പുറമേയുള്ള ഈ വിഗ്രഹാദികളിലും പ്രതിമാദികളിലുമൊക്കെ നാം ഈശ്വര ഭാവത്തെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈശ്വരനാണ് എന്ന് നാം വിശ്വസിക്കുന്നു, അങ്ങനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉണ്ട് എന്നത് അനുഭവമാണ്, വിശ്വാസമല്ല. അനുഭവത്തിനോ മുൻതൂക്കം, വിശ്വാസത്തിനോ മുൻതൂക്കം. ഏതിനാ നൽകേണ്ടത്? വിശ്വാസത്തെ കവച്ചു വെക്കുന്നതാണ് അനുഭവം. ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തെക്കാൾ ഞാൻ ഉണ്ട് എന്ന അനുഭവമാണ് ഏറ്റവും പ്രധാനം. അതിന് മുഖ്യത്വം നൽകാതെ, അതിന് മുൻതൂക്കം നൽകാതെ പുറമേ ജഡപദാർത്ഥങ്ങളിൽ ഈശ്വര ഭാവത്തെ വെച്ചുകൊണ്ട് നാം എത്ര കാലം കഴിയും? അത് തുടക്കമാണ്. അത് LKG സ്റ്റാൻഡേർഡാണ്. അവിടെ നിന്ന് ഉയർന്നുയർന്ന് തൻ്റെ ഉള്ളിലാണ് ഈ ആത്മതത്വം സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിൽ ആ ഈശ്വരനെ സാക്ഷാത്കരിക്കണം. താൻ പരമാത്മാവ് എന്നാണ് സാക്ഷാത്കരിക്കുന്നത്. അതോടുകൂടെ നമ്മുടെ ഈശ്വരാന്വേഷണം സമാപിക്കും. ഇനി എന്ത് പറയുന്നു? ധാത്രിമണ്ഡലം തന്നീലുള്ളൊരു പ്രതിമാതി ക്ഷേത്രങ്ങളെല്ലാം അറിഞ്ഞിടുന്നു വഴി പോലെ ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്നോർക്കുന്നീ തന്നേരത്ത് ഗാത്രത്തിലിരിപ്പുള്ളതറിയുന്നില്ല താനും ഗാത്രശുദ്ധിക്കു ജലം തന്നിൽ സ്നാനവും ചെയ്തു ക്ഷേത്രത്തിൽ പുക്കു വലം വച്ചിടുന്നതു സദാ മൂർത്തിയെ ദേവിയുടെയെന്നലതോർത്തറിയുന്നു ശാസ്ത്രങ്ങൾ കണ്ടിട്ടോരോ തരമായി ഭ്രമിക്കുന്നു. നമ്മുടെ അതിദയനീയമായ അവസ്ഥയാണ് ആചാര്യൻ ഇവിടെ വ്യക്തമായി അവതരിപ്പിക്കുന്നത്.
ധാത്രീമണ്ഡലം തന്നിലുള്ളൊരു പ്രതിമാതി ക്ഷേത്രങ്ങളെല്ലാം അറിഞ്ഞിടുന്നു വഴി പോലെ. ഓരോരുത്തരടുത്ത് ചോദിച്ചു നോക്കൂ, ഈശ്വരനെ എവിടെ ചെന്നാലാണ് കാണാൻ കഴിയുക? അത് കേരളത്തില് ശബരിമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ധർമ്മശാസ്താവാണ്. മാലയിട്ട് വ്രതം നോമ്പ് അനുഷ്ഠിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അവിടെ അങ്ങ് മോളി ചെന്ന് കഴിഞ്ഞാൽ 18 പടിയും കയറി അങ്ങ് മോളി ചെന്ന് കഴിഞ്ഞാൽ ശാസ്താവിനെ കാണാം. നല്ലത്, വളരെ നല്ലത് തന്നെ. ഉണ്ണിയപ്പവും അരവണയും വാങ്ങിച്ചോണ്ട് പോരുകയും ചെയ്യാം, ഒന്നിനെയും വിമർശിക്കുകയില്ല. പക്ഷേ ആ ശാസ്താവിന്റെ ദർശനത്തിന് മുമ്പ് 18ാം പടി കയറി പോകുമ്പോ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുമോ? തത്വമസി. പല ഓട്ടോയ്ക്കും ഇപ്പൊ പേരിടുന്നുണ്ട് തത്വമസി. അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്തോ അതിലൊരു മഹത്വമുണ്ട്. 18ാം പടി കയറി പോകുമ്പോൾ മോളില് തത്വമസി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്തോ മഹത്വമുള്ള ഒന്നാണ് അത് എന്ന് വിചാരിച്ചാണ് ഓട്ടോയ്ക്കും മറ്റുമൊക്കെ തത്വമസി എന്ന് പേരിടുന്നത്. അതിന്റെ അർത്ഥം അത് എന്തേ ചിന്തിക്കുന്നില്ല? എവിടെയാണ് ഈ മഹാവാക്യം പ്രത്യക്ഷപ്പെടുന്നത്? ഉപനിഷത്തിലാണ്. തത്വമസി ശ്വേതകേതോ. ഏത് ഉപനിഷത്തിലാണ് തത്വമസി എന്ന മഹാവാക്യം? ഏത് ഉപനിഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഛാന്തോഗ്യോപനിഷത്തിലാണ്. ഛാന്തോഗ്യോപനിഷത്തിലാണ് തത്വമസി എന്ന മഹാവാക്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ ഉപനിഷത്തൊന്നെടുത്ത് വായിക്കാനോ? ഏത് സന്ദർഭത്തിലാണ് ഈ തത്വമസി എന്ന ഉപദേശം നൽകപ്പെടുന്നത്? ആർക്ക് ഉപദേശിക്കുന്നതാണ്? ഇതൊന്നും അറിയാൻ ജനങ്ങൾക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യുന്നു മനുഷ്യർ? ധാത്രീമണ്ഡലം തന്നിലുള്ളൊരു പ്രതിമാതി ക്ഷേത്രങ്ങളെല്ലാം അറിഞ്ഞിടുന്നു. ഏത് സ്ഥലത്ത് ഏത് ദേവന്റെ പ്രതിഷ്ഠയാണുള്ളത് ഇതൊക്കെ ആൾക്കാർക്ക് നല്ലതുപോലെ അറിയാം. ഏത് സമയത്താണ് അവിടെ നട തുറക്കുന്നത്, ഏത് സമയത്ത് പോയാൽ തിരക്ക് കുറവായിരിക്കും, എങ്ങനെയാണ് അവിടെ ടോക്കൺ ബുക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം നല്ലതുപോലെ അറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. വഴി പോലെ വേണ്ട പോലെ അറിയുന്നു. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞു തരും. കേദാർനാഥിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ, ബദരീനാഥിൽ എങ്ങനെയാണ് അവിടുത്തെ പൂജാവിധി എന്താണ്, ഏത് സമയത്താണ് അവിടെ തുറക്കുക, ഏതൊക്കെ മാസങ്ങളിലാണ് അവിടെ അമ്പലം തുറന്ന് പ്രവർത്തിക്കുക, ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചു. ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്ന് ഓർക്കുന്നീത് അന്നേരത്ത് ഇവരുടെ ഈ ദൈവം അല്ലെങ്കിൽ ദേവൻ ആ അമ്പലത്തിന്റെ ഉള്ളിലാണ് എന്ന് ഇവർ കരുതുന്നു. അങ്ങനെ അവർ ചിന്തിക്കുന്ന വേളയിൽ ഗാത്രത്തിലിരിപ്പുള്ളതറിയുന്നീലതാനും അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്. ഗാത്രം ശരീരം, ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ ദേവനെ നാം വിട്ടിട്ടാണ് പുറമേയുള്ള ക്ഷേത്രങ്ങളിലും മറ്റും ദേവനെ തേടി നടക്കുന്നത്. ദൈവം ഉള്ളിലാണ്, പുറത്തില്ലേ, അമ്പലങ്ങളിലില്ലേ? ഇല്ലെന്നാര് പറഞ്ഞു? ദൈവം സർവവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആദ്യം കണ്ടെത്തുക അവനവന്റെ ഹൃദയാന്തർഭാഗത്താണ്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. പുറമേ അല്ല ഈശ്വര സാക്ഷാത്കാരം ആദ്യം സംഭവിക്കുന്നത്. ഉള്ളിലാണ് ആ ഈശ്വര തത്വം വേണ്ട പോലെ ദർശിക്കപ്പെടേണ്ടത്. അത് കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയാൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് അമ്പലത്തിൽ ദൈവമില്ല, ഈശ്വരനില്ല എന്നൊന്നുമല്ല പറയുന്നത്. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളിൽ ഇല്ല എന്ന് പറയാൻ മാത്രം മണ്ടന്മാരാണോ ഈ ജ്ഞാനികൾ? അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഗാത്രത്തിൽ ഇരിപ്പുള്ളത് അറിയുന്നീലതാൻ. ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മതത്വത്തെ, ശാസ്ത്രീയമായ ഈശ്വര തത്വത്തെ ആരും വേണ്ട പോലെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഗാത്രശുദ്ധിക്കു ജലം തന്നിൽ സ്നാനവും ചെയ്ത്. കുളിക്കാതെ അമ്പലത്തിനകത്ത് കയറാൻ പാടില്ല. അതുകൊണ്ട് എന്താ, അമ്പലക്കുളത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും സ്നാനമൊക്കെ ചെയ്തിട്ട് കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പുക്കൂവലം വച്ചിടുന്നതോ സദാ. അമ്പലത്തിൽ കയറി പ്രദക്ഷിണം ചെയ്യുന്നു, വലം വയ്ക്കുന്നു. ഏത് ദേവനെയാ വലം വയ്ക്കുന്നത്? ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ദേവനെ. തന്റെ ഹൃദയമാണ് ശ്രീകോവിൽ എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതിനുള്ള ഒരു പ്രാരംഭ നടപടിയല്ലേ ഈ പുറമേയുള്ള അമ്പലത്തിനെ വലം വയ്ക്കുക, ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ. അവിടെ നിന്ന് തന്റെ ഗാത്രമാകുന്ന ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ഇരിക്കുന്ന ഞാനായി പ്രകാശിക്കുന്ന ആത്മാവിനെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്നുണ്ടാവണം.
കാരണം ദ സബ്ജക്റ്റ് ഈസ് വെരി വാസ്റ്റ് ആൻഡ് ദ ടൈം ഈസ് ടു ഷോർട്ട്. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. നമുക്ക് അധികം സമയമില്ല കൂട്ടരെ. മണി 5:55 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1:30 5:55 എന്ന് എന്തുകൊണ്ട് പറയുന്നു? 6 മണിയാവാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. ജീവിതം പെട്ടെന്ന് പൊലിഞ്ഞു പോകും. നമുക്കിനി എത്ര ആയുസ് ബാക്കിയുണ്ടെന്നറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താൻ ശ്രമം തുടങ്ങണം. ഗാത്രശുദ്ധിക്കു ജലം തന്നിൽ സ്നാനവും ചെയ്ത് ക്ഷേത്രത്തിൽ പുക്കൂബലം വച്ചിടുന്നതു സദാ. ദിവസേന കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു. എത്ര കാലമായി? 10-40 കൊല്ലമായി. ഈശ്വര തത്വം എന്താണെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല. അതിനാണ് ഇത് ചെയ്യുന്നത്. 40 കൊല്ലം ചെയ്തിട്ടും എന്താണെന്നുള്ള ഒരു നേരിയ ധാരണയെങ്കിലും ഉണ്ടായോ? ഇല്ല. അത് ഉണ്ടാവും. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടും. ഈശ്വരന്റെ അനുഗ്രഹം അവിടെ ഇരിക്കട്ടെ സുഹൃത്തെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാഗം നിങ്ങൾ ഭംഗിയായി അഭിനയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യം നാം വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ? എല്ലാം ഈശ്വരന്റെ പടലിലേക്ക് വെക്കരുത്. ആത്മാവിനെ അറിയണമെന്നുള്ള ആഗ്രഹം ഓരോരുത്തർക്കുമാണ് ഉണ്ടാവേണ്ടത്. ആ ആഗ്രഹത്തെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരില്ല. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിച്ചാൽ അതിനു വേണ്ട ഒത്താശകളൊക്കെ ആ ദൈവം ചെയ്തു തരും, ഭഗവാൻ ചെയ്യും. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത് അറിയണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല എങ്കിൽ ഞാൻ എന്നും ഈ ദേവനെ പടിക്ക് പുറത്ത് മാത്രമേ കാണൂ. എന്റെ ശരീരത്തിന് വെളിയിൽ മാത്രമേ ഈ ഈശ്വരനെ ഞാൻ അന്വേഷിക്കൂ. അവിടെ ഉണ്ട് എന്ന്, അവിടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്നാണ് ഉയരുക? മൂർത്തി ഏതെവിടെയെന്നല്ല, എന്നാൽ അതോർത്തറിയുന്നു. മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹം, പ്രതിഷ്ഠ. ഓരോ തരം പ്രതിഷ്ഠകൾ എവിടെ എവിടെയുണ്ട്? 12 ജ്യോതിർലിംഗങ്ങൾ എവിടെ എവിടെയൊക്കെയാണ്, ഏതേത് സ്ഥലത്തുണ്ട്? അറിഞ്ഞതുകൊണ്ട് എന്ത് വിശേഷം? 12 ജ്യോതിർലിംഗങ്ങളുടെ വിവരം നിങ്ങൾ ശേഖരിച്ചു. എല്ലാം ശിവക്ഷേത്രങ്ങളാണല്ലോ. ലിംഗേശ്വരൻ ശിവനാണല്ലോ. ആ ശിവൻ 12 പേരുണ്ടോ? ഈ 12 ജ്യോതിർലിംഗങ്ങളിലും 12 ശിവന്മാരാണോ ഉള്ളത്? ചിന്തിക്കുന്നില്ലെന്നേ, ചിന്തിക്കുന്നില്ല. എന്തിനെയാണോ വേണ്ട പോലെ മനസ്സിലാക്കേണ്ടത് അതിനെ കളഞ്ഞു കുളിച്ചിട്ട് എന്തൊക്കെയോ മനസ്സിലാക്കി താൻ കേമനാണ് എന്ന് അഹങ്കരിക്കുന്നു. ദൈവം ഒന്നാണ്, അത് ഉള്ളിലാണ് എന്നറിയാൻ ശ്രമിക്കുന്നില്ല. മൂർത്തി ഏത് എവിടെ എന്നാൽ അതോർത്തറിയുന്നു. അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശാസ്ത്രങ്ങൾ കണ്ടിട്ട് ഓരോ തരമായി ഭ്രമിക്കുന്നു. ഇനി ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അധ്യാത്മ ശാസ്ത്രമല്ല, കൽപ്പശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. പൂജാവിധാനങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഈ കൽപ്പശാസ്ത്രം. ഓരോ ദേവനെ ഏത് പ്രകാരത്തിലാണ് ആരാധിക്കേണ്ടത്, ഏതൊക്കെ പുഷ്പങ്ങൾ വേണം, ഏതൊക്കെ നിവേദ്യമാണ് തയ്യാറാക്കേണ്ടത് ആ ദേവന് നൽകാനായി, ഇങ്ങനെ വളരെ വിശദമായ വിവരണങ്ങളും പൂജാവിധികളുമൊക്കെ കൽപ്പശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഗണപതിക്ക് എങ്ങനെ, ശിവൻ എങ്ങനെ, വിഷ്ണുവിന് എങ്ങനെ, ദേവിക്ക് എങ്ങനെ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിചാരം ഇവരൊക്കെ പ്രത്യേക ആളുകളാണെന്നാണ്. അതാണല്ലോ ഈ ആരാധനയിലുള്ള വ്യത്യാസം. അപ്പോ ആരാധനയിലുള്ള വ്യത്യാസത്തെ സത്യമെന്ന് കരുതുമ്പോൾ ദൈവത്തിലും വ്യത്യാസമുണ്ട് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാകും. ദൈവം ഒന്നല്ലേ ഉള്ളൂ. ഓരോ രൂപത്തിൽ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായം, അത് ശരി തന്നെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ പല ദൈവങ്ങളുണ്ട് എന്ന് വിചാരിച്ചാൽ പോയില്ലേ. സാരം വായിക്കാം. ഇപ്രകാരം ഭൂമണ്ഡലത്തിലുള്ള ക്ഷേത്രങ്ങൾ തോറും സ്ഥാപിച്ചിട്ടുള്ള പ്രതിമകളെ അറിയുന്നുണ്ടെങ്കിലും തന്റെ ഗാത്രത്തിലിരിക്കുന്ന പരമാത്മാവിനെ അറിയാതെ ക്ഷേത്രത്തിൽ അന്വേഷിക്കുന്നു എന്നും അറിഞ്ഞുകൊള്ളുക. ഇങ്ങനെ വർത്തിക്കുന്ന ജനം ഗാത്രശുദ്ധിക്ക് എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിക്ക് ജലത്തിൽ സ്നാനം ചെയ്ത് ക്ഷേത്രത്തിൽ സദാസമയം വലം വയ്ക്കും. രാവിലെയും വൈകുന്നേരവും ഒക്കെ അമ്പലത്തിൽ പോകുന്നവരുണ്ട്. പറ്റുമെങ്കിൽ 3 നേരം പോകും. പിന്നെ ഉച്ചയ്ക്ക് ആ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞാൽ അമ്പലം അടയ്ക്കുന്നത് കൊണ്ട് ആ സമയത്ത് ഇവർക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും അമ്പലത്തിൽ ചെന്ന് വലം വയ്ക്കാൻ ആളുകൾ ഉണ്ടാവും. എന്താ? ഈശ്വര തത്വം അവിടെയാണ്, അവിടെ മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നു. മൂർത്തി ഏതെന്നും എവിടെയെന്നും അന്വേഷിച്ചറിഞ്ഞ്
ശാസ്ത്രങ്ങൾ കണ്ടിട്ട് ഓരോ പ്രകാരത്തിൽ ഭ്രമിക്കുന്നു. ഈ ഭ്രമമാണ് അല്ലെങ്കിൽ ഭേദചിന്തയാണ് നമുക്ക് നഷ്ടമാകേണ്ടത്. ഈശ്വരൻ ഒന്നാണ്, അനേകം ഈശ്വരന്മാരില്ല, പല ദേവീ ദേവന്മാരില്ല. ഈശ്വര തത്വം എന്ന് പറയുന്നത് ഒന്നാണ്. ശാസ്ത്രീയമായ ഈശ്വര തത്വത്തിനെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ആത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. ആത്മാവില്ലാത്ത ഒരു ഈശ്വരനും ഇവിടെ ഇല്ല. ബാലകൃഷ്ണൻ നായർ സാറ് തമാശ രൂപത്തിൽ ചോദിക്കും, ഈ ബോധം ബോധം എന്ന് സാറ് കൂടെ കൂടെ പറയാറുണ്ടല്ലോ, വിഷ്ണു അദ്ദേഹമല്ലേ ശരിക്കുള്ള ദൈവം, രക്ഷകൻ? അതുപോലെ ശിവൻ എല്ലാ മംഗളങ്ങളെയും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദൈവം. അപ്പൊ ഈ ശിവനും വിഷ്ണുവുമാണ് പ്രധാനപ്പെട്ട ദേവന്മാർ. അപ്പൊ സാറ് ചോദിക്കും, ആയിക്കോട്ടെ, ഈ വിഷ്ണുവും ശിവനുമൊക്കെ ദൈവമാണ് എന്ന് സമ്മതിക്കാം, ഇവരുടെ ഉള്ളിൽ ബോധമില്ല എന്ന് വരികിൽ നിങ്ങൾ ഇവരെ അംഗീകരിക്കുമോ? സാറ് ചോദിക്കും, ബോധമില്ലാത്ത വിഷ്ണു, ബോധമില്ലാത്ത ശിവൻ എന്ന് പറഞ്ഞാൽ, ബോധമില്ലാത്തതെന്ന് പറഞ്ഞാൽ വെറും ജഡം. നമ്മുടെ ദേവതാഭാവങ്ങൾ എല്ലാം ചൈതന്യമയങ്ങളാണ്. ആ ചൈതന്യത്തെയാണ് ബോധം എന്ന് പറയുന്നത്. ബോധമില്ലാത്ത വിഷ്ണു നമ്മെ എങ്ങനെ രക്ഷിക്കും, എങ്ങനെ അനുഗ്രഹിക്കും? അപ്പോ ശിവൻ, വിഷ്ണു എന്നുള്ള രൂപങ്ങളെയൊക്കെ അംഗീകരിച്ചാലും അവരുടെ ഉള്ളിൽ ബോധമില്ലെങ്കിൽ അവരൊക്കെ ശുദ്ധ ജഡങ്ങളായിത്തീരും. അങ്ങനെ ഒരു ജഡദൈവത്തെ ആരാധിക്കാൻ ഒരു ഭക്തനും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ത്രിമൂർത്തികളുടെ ഉള്ളിൽ പോലും ഈ പരമാത്മാവ് കുടികൊള്ളുന്നു. ഞാൻ വിഷ്ണു, ഞാൻ ശിവൻ, ഈ ഭാവം അംഗീകരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള പരമാത്മാവാണ്. പരമാത്മാവില്ലാതെ ഇവിടെ അനുഭവം മറ്റാർക്കുമില്ല. ആത്മാവിന്റെ മാത്രം സ്വന്തമാണ് അനുഭവം, അറിവ്. അപ്പൊ ആ ബോധമുണ്ടെങ്കിലേ ഈ ഈശ്വരന്മാർ പോലും സചേതനന്മാരായി നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു തരികയുള്ളൂ. നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. ദൈവം ഒന്നാണ് എന്നുള്ള ഭാവനയോടുകൂടെ അമ്പലത്തിൽ പോകൂ, പ്രദക്ഷിണം ചെയ്യൂ, പൂജിക്കൂ, ആരാധിക്കൂ, വഴിപാട് നൽകൂ. പക്ഷേ ദൈവം പലതാണ്, ദൈവത്തിൽ ഭേദബുദ്ധി ഉണ്ടാവരുത്. അതിൽ നാം വളരെ ജാഗരൂകരായിരിക്കണം. അങ്ങനെ ആ 34-ാമത്തെ ശീർഷകം അവസാനിക്കുന്നു. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.